ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് സോഷ്യൽ സയൻസിൽ കൺഫേം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറപ്പായിട്ട് ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരാൻ സാധ്യതയുള്ളത്. സോ 4 മാർക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഏതൊക്കെ മാപ്പുകളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം, എങ്ങനെ മാർക്ക് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കൂടെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ മക്കളെ, ഇന്ന് രാത്രി 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. അതിൽ ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലെ ഓൾ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ മക്കൾ ആരും തന്നെ ആ ലൈവിനെ മിസ്സാക്കരുത് കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാപ്പ് മാർക്കിംഗിലേക്ക് നമുക്ക് പോവാം. ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കാം. മേ ബി നമുക്ക് ഉണ്ടായിരിക്കാം ഒന്നെങ്കിലും എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ മാപ്പ് നമുക്ക് തരും. ഈ ഔട്ട്ലൈൻ മാപ്പ് തന്നിട്ട് നമുക്കോട് 4 പോയിന്റുകൾ പറയും. ആ 4 സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒന്നെങ്കിലും ഉണ്ടായിരിക്കാം. അല്ല എങ്കിൽ ഈ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത മാപ്പിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നേരെ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആക്കിയിട്ട് തരാം. ഇതൊരു എ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇത് ഏതാണ് നമ്മൾ എഴുതി കൊടുത്താൽ മതി. അങ്ങനെ 2 രീതിയിലും വരാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു ഫ്രീ ആയിട്ടുള്ള മാപ്പ് തന്നിട്ട് അതിൽ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പൊ ആരവല്ലി എവിടെയാണുള്ളത് എന്ന് നിങ്ങളോട് പറയാം. അപ്പൊ ആരവല്ലി എവിടെയാണ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് ആരവല്ലി എന്ന് മാർക്ക് ചെയ്യാം. അല്ല എങ്കിൽ എ എന്ന് തന്നാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് തരാം. അങ്ങനെ 2 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ രണ്ടാണെങ്കിലും ഏത് തന്നെയാണ്, മാപ്പ് മാർക്കിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യന്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടത് റിവേഴ്സ് ആണ്. അതൊക്കെ 3 നമ്മളെ ഹിമാലയൻ റിവേഴ്സ് ആയിട്ട് ആക്ച്വലി 3 വരുന്നുണ്ട്. നമ്മളെ ബിഗ് എന്നൊക്കെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോഡായിട്ട് പറയാറില്ല. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന 3 ഹിമാലയൻ റിവേഴ്സും, അത് കഴിഞ്ഞിട്ട് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള 6 പെനിൻസുലാസ് റിവേഴ്സ്, ഉപദ്വീപീയ നദികളും ഉണ്ട്. ഈ നദികളുടെ പേരുകൾ പഠിച്ചു വെക്കണം, അതിന്റെ ലൊക്കേഷനും. മക്കളെ മാപ്പ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. ഇതിൽ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ഇതാണ് ആക്ച്വലി ഇൻഡസ് എന്ന് പറയുന്നത്, സിന്ധു എന്ന് പറയുന്നത്. അതേസമയത്ത് ഇവിടെ കാണുന്ന ഈ നദിയെയാണ് നമ്മൾ ചെയ്യുന്നു, ബ്ലൂ കളർ തന്നെ നമുക്ക് ആയിക്കോട്ടെ അല്ലെ, ബ്ലൂ കളർ ആവുന്ന സമയത്താണ് നമുക്ക് വേഗം മനസ്സിലാവുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗാ പോലെ കിടക്കുന്ന ഇതിനെയാണ് ഗംഗ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ബ്രഹ്മപുത്രയും ഇൻഡസും ഒന്നും മുഴുവനായിട്ട് ഇന്ത്യയിലൂടെയല്ല, പുറത്തു കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഈ റിവേഴ്സുകളിൽ നദികളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ഹിമാലയൻ റിവേഴ്സ് അല്ല വരാൻ ചാൻസസ് ഉള്ളത്, പെനിൻസുലാസ് റിവേഴ്സ്, അത് ഉപദ്വീപീയ നദിയാ. അതിന്റെ പേര് ഞാൻ പറഞ്ഞ ഓർഡർ എങ്ങനെയാ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ആ ഓർഡറല്ലേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്, ഓർഡർ തന്നെ പഠിച്ചു വെക്കാം. ഏറ്റവും മുകളിലുള്ള ഇതാണ് മഹാനദി എന്ന് പറയുന്നത്, മഹാനദി. അത് കഴിഞ്ഞിട്ട് ഗോദാവരി, കൃഷ്ണ, കാവേരി. കണ്ടോ നിങ്ങൾ, എല്ലാം ഓർഡറിൽ വന്നു. അത് കഴിഞ്ഞ് 2 മാത്രമാണ് നമ്മുടെ വെസ്റ്റ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നത്. അതാണ് നർമ്മദയും താപ്തിയും. നർമ്മദയുടെ നേരെ താഴെയാണ് ആര് കിടക്കുന്നത്, നർമ്മദയുടെ നേരെ താഴെയാണ് താപ്തി കിടക്കുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. റിവേഴ്സിന്റെ കാര്യം സെറ്റ് ആയില്ലേ. ഇനി നമ്മൾ ഒന്നും കൂടെ പഠിച്ചു വെച്ചാൽ മതി മക്കളെ. നമ്മുടെ പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗത്ത് കൺഫേം. അവിടുന്ന് 2-3 കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതിൽ ആദ്യം തന്നെ നിങ്ങൾ പീഠഭൂമികൾ, പ്ലാറ്റ്യൂസ് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു പിക്ചറിലുള്ള എല്ലാം തന്നെ നമ്മൾ പഠിക്കണം. സോ അതുകൊണ്ട് നമ്മൾ നോക്കാം. നമ്മളോട് ചോദിക്കാണ് റാൻ ഓഫ് കച്ച് എവിടെയാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ച് വെച്ചാൽ മതി. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഞാൻ ഷെയ്ഡ് ഇതുപോലെ ഷെയ്ഡും ചെയ്യണം, നിങ്ങൾക്ക് വേഗം കാണാൻ വേണ്ടിയിട്ടാണ്. മാൽവ പ്ലാറ്റു, മാൽവ പീഠഭൂമിയാണ് ഈ കാണുന്നത്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു, ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഈ കാണുന്നത്. ഡെക്കാൻ പ്ലാറ്റു, ഏറ്റവും വലിയ പ്ലാറ്റു ആയിട്ടുള്ള ഡെക്കാൻ പീഠഭൂമിയാണ് ഈ കാണുന്നത്. സോ പ്ലാറ്റ്യൂസ് പീഠഭൂമികൾ പഠിച്ചു. അതിൽ മാൽവ പ്ലാറ്റുവിന്റെ മുകളിലായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആരവല്ലിയിലെ ആരവല്ലി കിടക്കുന്നത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞാൽ ഇതാണ് വിന്ധ്യ എന്ന് പറയുന്നത്, ഇതാണ് സത്പുര എന്ന് പറയുന്നത്. ഒക്കെ മൗണ്ടൈൻസ്, പർവ്വതങ്ങളാണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി എന്നൊക്കെ പറയുന്ന പർവ്വതങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗാട്സും വെസ്റ്റേൺ ഗാട്സും ഉണ്ട്, അഥവാ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. വെസ്റ്റ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ പശ്ചിമഘട്ടം വരയ്ക്കുന്ന സമയത്ത് എന്റെ മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. പശ്ചിമഘട്ടം വരയ്ക്കുന്ന സമയത്ത് അതിനെ നിങ്ങൾ ഈ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഒരൊറ്റ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു, ഇതിന് അടുത്ത് വെച്ചിട്ട് വരച്ചു മതി. എന്നാൽ പൂർവ്വഘട്ടം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റേൺ ഗാർഡ്സ് നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 പീസ് ആക്കിയിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. കാരണം അതിനിടയിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വരുന്നതാണ്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. കൂടാതെ തന്നെ ഇതിനെ കൂടെ മക്കൾ അറിഞ്ഞു വെച്ചോ, താർ ഡെസേർട്ട് എവിടെയാ വരുന്നത്, താർ മരുഭൂമി എവിടെയാ വരുന്നത്, ആരവല്ലി കണ്ടല്ലോ.
ആരവല്ലിയുടെ ഈ ഭാഗത്തായിട്ടാണ് താർ ഡെസേർട്ട്, താർ മരുഭൂമി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാപ്പ് മാർക്കിംഗ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ 4 മാർക്ക് ഇവിടെ നമുക്ക് സെറ്റായോ 4 മാർക്കിന്റെ കാര്യത്തിൽ ഇനി നമുക്ക് പേടിയില്ലല്ലോ. ഇതുപോലെ ഓരോന്നിന്റെയും വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതാണ്, കൃത്യമായിട്ട് കാണുക. അതുപോലെ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ഓൾ ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററിലെയും 5 ചോദ്യങ്ങൾ വീതം ഇന്നത്തെ മെഗാ മാരത്തോൺ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ മക്കൾ ആരും തന്നെ ആ മെഗാ മാരത്തോൺ മിസ്സാക്കരുത്. എല്ലാവരും ഉണ്ടായിരിക്കണം. ഞാനും ജെസി സാറും അമീൻ സാറും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? ഇതുപോലെ ഓരോ വീഡിയോസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തൊട്ടു താഴെ കമന്റ് ചെയ്തോ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതായിരിക്കും.